സച്ചിയുടെയും രേവതിയുടെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അച്ഛമ്മ വന്നിരിക്കുകയാണല്ലോ. ശ്രുതിക്കിട്ട് നല്ല 8ന്റെ പണി തന്നെയാണ് കേട്ടോ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ശ്രുതിനെ രാത്രി ഒന്ന് പേടിപ്പിക്കുകയും അങ്ങനെ ഓരോ കാര്യങ്ങളും അച്ഛമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വർഷയും ശ്രീകാന്തോട് സംസാരിക്കുമ്പോൾ അച്ഛമ്മ പോയി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ വർഷയുടെ മനസ്സ് നല്ലതാണെന്നും ജോലിയുള്ള മനസ്സൊക്കെയുണ്ട്, പക്ഷെ സംഭവമൊക്കെ അറിയേയില്ല. അത് മാത്രമല്ല അവർക്ക് ഇതുപോലെ സ്റ്റുഡിയോയിൽ നല്ല തിരക്കാണെന്നും മനസ്സിലാക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ നമ്മുടെ ശ്രുതിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛമ്മ അവർ പറയുന്നത് കേൾക്കാണ്. ഈ സമയത്ത് ശ്രുതി പറയുന്നുണ്ടല്ലോ നാളെ ലീവാണ്, അവൾക്കും പാർലറിൽ ആരുമില്ല, പക്ഷെ രണ്ടുപേരും കൂടി കറങ്ങാനൊക്കെ പോകാനും സിനിമയ്ക്കൊക്കെ പോകാനോട്ടോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത്രയും കാലം രേവതിക്ക് അവർക്ക് കഴിക്കാനും കുളിക്കാനും എല്ലാം ഉണ്ടാക്കി കൊടുക്കുകയും അവരുടെ ഡ്രസ്സെല്ലാം വാഷ് ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ട് അതിൻ്റെ ഒരു നന്ദി പോലും ഇല്ലാതെ അവിടെ നിന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട്, ഇതുപോലെ വയ്യാതെ കിടക്കുന്നതിന് നോക്കാനെന്നും എനിക്ക് വയ്യ, അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവരുടെ മേല് തുടയ്ക്കാനെന്നും എനിക്ക് ഓർക്കാൻ കൂടി വയ്യച്ചേ അറപ്പാവുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി പറഞ്ഞത് അച്ഛമ്മ കേൾക്കുന്നുണ്ടായിരുന്നല്ലോ. ഇതൊക്കെ കേട്ടുകൊണ്ട് തന്നെ അച്ഛമ്മയ്ക്ക് ശ്രുതിയോട് നല്ല ദേഷ്യമാവുന്നുണ്ട്. അച്ഛമ്മ അങ്ങനെ നമ്മുടെ രവിയോട് പറയുന്നുണ്ടായിരുന്നു, ഇനി കണ്ടോ അവക്കിട്ട് ഞാൻ 8ന്റെ പണി കൊടുക്കാൻ പോവാ, ശ്രുതിയുടെ കിടന്ന് ഓടും, അവളല്ല അവളുടെ അമ്മയെ കൊണ്ട് ഞാൻ പണി ചെയ്യിപ്പിക്കും, പിന്നെയല്ലേ ഈ കലാവധി ആരാണെന്ന് അവൾ അറിയാൻ പോണതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛമ്മ പറയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിക്കിട്ട് നല്ല പണി തന്നെ അച്ഛമ്മ കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും നമ്മുടെ രേവതിയുടെ കാല് ശരിയാവുന്നത് വരെ അച്ഛമ്മ കാണുമെന്ന് അച്ഛമ്മ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രേവതിനെ പൊന്നുപോലെ നോക്കുന്നതൊക്കെ അച്ഛമ്മയാണ് കേട്ടോ. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ശ്രുതി ഇങ്ങനെ ജോലിക്ക് പോവാണ്. അങ്ങനെ എല്ലാ ജോലികളും അച്ഛമ്മ രാവിലെ അതിനെ പോയി വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവളുടെ മുറ്റത്ത് കൊണ്ടേ കോലം ഇടിക്കുന്നുണ്ട്. ശേഷം പാത്രമെല്ലാം കഴിക്കുന്നുണ്ട്. ദോശയ്ക്ക് തന്നെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദോശയും ഇഡ്ഡലിയും ഒക്കെ ശ്രുതിയെ കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. രാവിലെ വർഷയും വന്ന് അടുക്കളയിൽ കൂടുകയാണ് കേട്ടോ. സാമ്പാറിന് അച്ഛമ്മ പറഞ്ഞ പോലെ തന്നെ അവള് കട്ട് ചെയ്യുകയും തേങ്ങ ചെരുവി കൊടുക്കുകയും അങ്ങനെ ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട്. ഇവരെല്ലാവരും കൂടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെയും ഉച്ചക്കത്തെ ഊണിന്റെയും കാര്യങ്ങളെല്ലാം നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ആകെപ്പാടെ നടു ഒടിഞ്ഞ് നിൽക്കുമായിരിക്കും ശ്രുതി. വേർത്ത് കുളിച്ച് അവൾക്ക് 9 മണിയാകുമ്പോഴേക്കായിരിക്കും അവൾ കിച്ചണിൽ നിന്ന് ഇറങ്ങാൻ പറ്റുക. വർഷ പറയുന്നുണ്ട്, ഹോ പാവം രേവതി ചേച്ചി എന്തുമാത്രം കഷ്ടപ്പെട്ടുണ്ടല്ലേ, ഇത്രയും കഷ്ടപ്പെടാണെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല അച്ഛമ്മേ. ഞാനൊക്കെ രാവിലെ എഴുന്നേറ്റ് പല്ലും തേച്ച് കുളിയും കഴിഞ്ഞ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും ടേബിളിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും. ഓരോ ദിവസവും ഓരോ മെനു ആയിരിക്കും രേവതി ചേച്ചിക്ക്. ഇവിടെ എന്തൊക്കെ ആരൊക്കെ പറയുന്നോ അതെല്ലാം ചേച്ചി ഉണ്ടാക്കി തരുമായിരുന്നു. ഇത്രയ്ക്കും കഷ്ടപ്പാടുണ്ടെന്ന് സത്യമായിട്ട് അച്ഛമ്മേ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ എന്ന് പറയുമ്പോൾ, അതൊക്കെ അറിയണം വർഷേ, ഏതൊരു ജോലിക്കാണേലും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ രാവിലെ സ്റ്റുഡിയോയിലേക്ക് പോകുന്ന പോലെ തന്നെ അവൾ പൂവിക്കാനും പോകുന്നതല്ലേ. നിങ്ങളൊക്കെ AC-ക്കകത്താണെങ്കിലും ഓർക്കാം, ആ പാവം പൊരി വെയിലത്ത് സ്കൂട്ടിയുമായി നടന്ന് 5 or 10 ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടതല്ലേ. അപ്പൊ എന്തുമാത്രം കഷ്ടപ്പാടാ ആ പാവം അനുഭവിച്ചെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഞാനും ശ്രുതിയും നീയും കൂടെ ചേർന്നപ്പോഴല്ലേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ഊണും തയ്യാറായത്. അതുപോലെ എന്നെ പാത്രം കഴുകുകയും ഈ പെര അടിച്ചു വാരിയതും തുടച്ചതും എല്ലാം 3 പേരും കൂടി ചേർന്നല്ലേ. തുണിയുടെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ. ഈ വീടൊക്കെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ എന്തുമാത്രം പാടാണ് രേവതി അനുഭവിച്ചതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജനലിലെ പൊടിയെല്ലാം തുടച്ച് തൂത്ത് ഓരോ കട്ടിലിലെ അടിയെല്ലാം അതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ട്. മുറ്റമെല്ലാം അടിച്ചു വാരി ആ കളയെല്ലാം പറിച്ചു കളഞ്ഞ് ചെടിയെല്ലാം വൃത്തിയാക്കി എന്തുമാത്രം ജോലിയാ ആ പാവം ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് അവളോട് ആർക്കും ഒരു സോഫ്റ്റ് കോർണറോ സെന്റിമെന്റ്സോ ഒന്നുമില്ല. എന്തിനു പറയുന്നു, നിന്റെയൊക്കെ അമ്മായിമ്മയുണ്ടല്ലോ എൻ്റെ മരുമകൾ, അവൾക്കൊരു തുള്ളിയെങ്കിലും മനസാക്ഷിയോ സ്നേഹമോ അവളോടുണ്ടോ എന്ന് ചോദിക്കാണ്. വർഷ പറയുന്നുണ്ട്, അച്ഛമ്മേ ഞാൻ എന്തായാലും ഇത്രയൊക്കെ പഠിച്ചല്ലോ, ഇനി മുതൽ എല്ലാ ദിവസവും ഞാൻ രാവിലെ രേവതിയെ ഹെൽപ്പ് ചെയ്തിട്ടേ എൻ്റെ ജോലിക്കും പോവുള്ളൂ. ചേച്ചി എഴുന്നേക്കുന്നതിൻ്റെ കൂടെ ഞാൻ എഴുന്നേക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു 7 മണിയെങ്കിലും ആകുമ്പോൾ ഞാൻ എഴുന്നേക്കാം. എന്നിട്ട് 1 മണിക്കൂറെങ്കിലും കിച്ചണിൽ ചേച്ചി പാത്രം കഴുകുകയും തേങ്ങ ഇരണ്ടാനും ഇതുപോലെ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യാനൊക്കെ ഞാൻ സഹായിച്ചോളാം എന്ന് പറയുന്നുണ്ട്. മോളുടെ മനസ്സ് നല്ലതാ. മോളുടെ അച്ഛനമ്മയൊക്കെ മോളെ വളർത്തിയ രീതി അങ്ങനെ, അതുകൊണ്ടാ മോക്കിപ്പോ ഒന്നും അറിയാത്തെ. പക്ഷെ രേവതി കുട്ടിക്കാലം തൊട്ടേ കഷ്ടപ്പെട്ട് വളർന്നതായിട്ട് അവക്കെല്ലാം അറിയാം. എങ്ങനെ കുടുംബം നോക്കണമെന്നും ജോലി നോക്കണമെന്നൊക്കെ അവക്ക് നന്നായി അറിയാം. അവളെ കണ്ട് പഠിച്ചാൽ മതി, മോളെ എവിടെ ചെന്നാലും മോക്ക് ജീവിക്കാനാവും എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ.
ഇതൊക്കെ കേട്ട് ശ്രുതി മനസ്സിൽ കരുതുകയാണ്. പിന്നെ അടുക്കള ജോലി ചെയ്തോണ്ടല്ലേ ജീവിക്കാൻ പോണേ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോഴേക്കും അച്ഛമ്മ ചോദിക്കാണ്, നീ എന്താ പറഞ്ഞേ? അടുക്കള ജോലി ചെയ്തിട്ടാണ് ജീവിക്കാൻ പോണെന്നോ? എന്റെ ഈശ്വര, ഇവരെങ്ങനത് കേട്ടു എന്ന് ചോദിക്കുമ്പം അച്ഛമ്മ പറയാണ്, നീ ഇപ്പൊ മനസ്സിൽ കരുതിയതേ അതാണെന്നൊക്കെ എനിക്കറിയാം. അടുക്കള ജോലി ചെയ്തിട്ടാ ജീവിക്കണ്ടെന്നല്ലേ നീ ഇപ്പൊ ചോദിച്ചത്? നീ നാലേശ് നോക്കിയേ, ഗൾഫിലേക്ക് മറ്റിടത്തേക്ക് പോന്ന ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ പോന്ന പുരുഷന്മാരാണല്ലേ സ്ത്രീകളും. അവിടെ എല്ലാം പോയിട്ട് ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ. അവരെല്ലാരും അടുക്കളപ്പണി ചെയ്തേ പറ്റുള്ളൂ. ഈ അടുക്കളപ്പണി എന്ന് പറഞ്ഞത് അത്ര തരംതാഴ്ത്ത് കാണേണ്ട കാര്യമൊന്നുമല്ല. ഓരോ മനുഷ്യനും അവൻ ഉപജീവന മാർഗത്തിനായിട്ട് ഓരോ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവന്റെ പ്രാഥമിക അവകാശങ്ങളും നമ്മൾ തന്നെ നിർവഹിക്കണം. നമ്മുടെ തുണി അലക്കുന്നത്, നമ്മൾ കഴിച്ച പ്ലേറ്റ് കഴുകുന്നത്, അത് ഉണ്ടാക്കാനായിട്ട് എടുത്ത എഫേർട്ട്, അത് കഴുകുന്നത്, അങ്ങനെ പാചകം, നമ്മൾ ഇരിക്കുന്ന സ്ഥലമെല്ലാം വൃത്തിയാക്കി ക്ലീൻ ചെയ്തിടുക, നമ്മുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുക, അത് മടക്കി വെക്കുക, ഇതെല്ലാം ഒരു മനുഷ്യൻ ചെയ്യേണ്ടതാ. അതിനാ ദൈവം നമുക്ക് ബുദ്ധിയും ബോധവും കാലും കൈയും ഒക്കെ തന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടത്. അല്ലെങ്കിൽ പിന്നെ നമ്മളെല്ലാം പട്ടിയും പൂച്ചയും ആക്കിയാൽ പോരായിരുന്നോ? അവര് കണ്ടില്ലേ, അവരെ പ്ലേറ്റ് ഒന്നും കഴുകാറില്ല, അവർ ഡ്രസ്സ് ഇടാറില്ല, വാഷ് ചെയ്യാറുമില്ല. അവരെവിടെയെങ്കിലുമൊക്കെ പോയി സാധിച്ചു വെക്കും. ഇതൊക്കെയാ മനുഷ്യരിൽ നിന്ന് ദൈവം മൃഗങ്ങൾക്ക് കൊടുത്തിട്ടുള്ള വ്യത്യാസം. അതെങ്കിലും ഇനിയൊക്കെ നീ ഒന്ന് മനസ്സിലാക്ക്. അതുകൊണ്ടേ അടുക്കളപ്പണി അത്ര കുറച്ചിലൊന്നും അല്ല. നമ്മുടെ ജോലികൾ തീർത്തിട്ട് ബാക്കി ജോലികളൊക്കെ ചെയ്യണം, അതാ അന്തസ് എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ. ശ്രുതി ആണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കാതിരിക്കും. എല്ലാരും അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞില്ലേ, ഇനി നേരെ പോയി കുളിച്ചിട്ട് ജോലിക്ക് പോയിക്കോ എന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരും കുളിക്കാനായിട്ടൊക്കെ പോവാണ് കേട്ടോ. ഈ സമയത്ത് അച്ഛമ്മ മനസ്സിൽ പറയുന്നുണ്ട്, എടി ശ്രുതി, നിന്നെ ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഇക്ഷ എണ്ണ വരപ്പിക്കും. നിന്റെ അമ്മായിമ്മ വാളത്തി അങ്ങ് വഷളാക്കി വെച്ചിരിക്കല്ലേ, നിന്നെ ഞാനേ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലോർത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കാതിരിക്കും. വർഷയാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ രേവതിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. രേവതി അപ്പോൾ ഇവിടെ ഇരിക്കായിരിക്കും. ആ സമയത്ത് അച്ഛമ്മയാണെങ്കിൽ കൊണ്ടുവന്ന് രേവതിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വർഷ ചോദിക്കാണ്, ചേച്ചി സാമ്പാർ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പം നല്ല ടേസ്റ്റ് ഉണ്ട്, അച്ഛമ്മയ്ക്ക് അല്ലെങ്കിലും നല്ല കൈപ്പുണ്യല്ലേ എന്ന് ചോദിക്കുമ്പം അതെ, ഇത് അച്ഛമ്മ വെച്ചതല്ല, ഞാൻ വെച്ചതാ. വർഷ സാമ്പാർ വെക്കാനോ? ഒരു ചായ പോലും ഉണ്ടാക്കാത്ത വർഷം എങ്ങനെ സാമ്പാർ വെച്ചതെന്ന് ചോദിക്കുമ്പം അത് പിന്നെ അച്ഛമ്മയെല്ലാം അരിഞ്ഞൊക്കെ തന്നു, എന്നിട്ട് ഇന്നത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അരിക്കേ നിന്നേ എല്ലാം എനിക്ക് പറഞ്ഞു തന്നതാ എന്ന് പറയുന്നുണ്ട്. ആഹാ, കൊള്ളാലോ, അപ്പൊ പാചകമൊക്കെ പഠിച്ചു തുടങ്ങിയല്ലേ, നല്ല കൈപ്പുണ്യാട്ടോ എന്ന് പറയുന്നുണ്ട്. ചേച്ചി നോക്കിക്കോ, ഈ 6 ആഴ്ച അച്ഛമ്മളുണ്ടെങ്കിലേ ഞാൻ ചേച്ചിയെക്കാളും വലിയ പാചകക്കാരിയാകും എന്ന് പറയാണ്. എന്തായാലും ചേച്ചി, ഒരുപാട് സങ്കടമുണ്ട്. കഴിഞ്ഞ 1 വർഷമായിട്ട് നമ്മൾ ഇവിടെ ഉണ്ടല്ലോ, ഈ സമയത്തൊക്കെ ചേച്ചിയാ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ടോണ്ടിരുന്നേ. രാവിലെ ഞങ്ങളെല്ലാം എഴുന്നേക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് കോലം വരച്ച് മുറ്റം അടിച്ച് പേരെല്ലാം വൃത്തിയാക്കി തൂത്തുവാരി എല്ലാവരും ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് അടുക്കളയിൽ എല്ലാ ജോലിയും ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അതിനിടെ വരുന്ന പാത്രങ്ങളെല്ലാം കഴുകി അത്രയും ജോലിയും ചേച്ചി 9 മണി 10 മണിയാകുമ്പോൾ തീർക്കായിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ കൂടുന്ന സമാധാനത്തോടെ ആഹാരം പോലും കഴിക്കാതെയല്ലേ അടുത്ത ജോലിക്ക് പോയിക്കൊണ്ടിരുന്നേ. വൈകിട്ട് വന്നാലും ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട മെനു അനുസരിച്ച് ചേച്ചി ഉണ്ടാക്കി തരുമായിരുന്നു. എല്ലാവരും കഴിച്ചിട്ട് പ്ലേറ്റ് സൈഡ് ഇട്ടിട്ട് പോയായിരുന്നു. അപ്പോഴും ചേച്ചി ഒരു പരാതിയും പറയാതെ ആ ടേബിളെല്ലാം ക്ലീൻ ചെയ്ത് അടുക്കളെല്ലാം ക്ലീൻ ചെയ്തിട്ടല്ലേ പോയി കിടക്കാറ്. രാത്രിയാവും ചേച്ചി പോയി കിടക്കുമ്പോൾ പല സമയത്ത് ഞാൻ കാണാറുണ്ട്. ഇന്നാ ചേച്ചി അതിന്റെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാവുന്നത്. അടുക്കളയിൽ നിന്ന് ഞാനും ശ്രുതി ചേച്ചിയും അച്ഛമ്മയും കൂടി ചെയ്തിട്ട് പോലും ഇത്രയും സമയമായി എല്ലാം തീർന്നു വന്നപ്പം എല്ലാവരും ശരിക്കും അവിടെ കിടന്ന് വേർത്ത് മടുത്തു. അപ്പോൾ ചേച്ചിയുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ ചിന്തിച്ചു നോക്കായിരുന്നു. ചേച്ചി എന്തുമാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ടെന്നും എന്തുമാത്രം കഷ്ടപ്പെട്ടുണ്ടെന്നും എനിക്ക് മനസ്സിലായി. ചേച്ചിയുടെ കൂടെ ഇരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്ക് ഡബിങ് സ്റ്റുഡിയോന് വിളി വന്നിരുന്നു. 2 ദിവസമെങ്കിലും ഞാൻ ലീവ് ചോദിച്ചതാ. എന്ത് ചെയ്യാനാ ചേച്ചി, ഞാൻ ചെന്നാലേ ആ എപ്പിസോഡ് അവർക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നെ മാക്സിമം എഫേർട്ട് എടുത്ത് ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ലെന്ന് പറയുമ്പം രേവതി പറയുന്നുണ്ട്, നിനക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കുമെന്ന് എനിക്കറിയാലോ. പിന്നെ ഇവിടെ വേറെ ആരുടെ ആവശ്യമില്ല വർഷേ, ഇപ്പൊ ജോലിയെല്ലാം കഴിഞ്ഞല്ലോ. അച്ഛമ്മയും അച്ഛനും ഉണ്ട്. സച്ചേട്ടനാണെങ്കിലോ ഓട്ടം പോലും പോവില്ല, ഓടി ഓടി ഇങ്ങോട്ടങ്ങ് പോരും എന്നെ കാണാനായിട്ട്. അതുകൊണ്ട് എന്നെ നോക്കാൻ ഇവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. നീ വിഷമിക്കണ്ട കേട്ടോ, നീ വിഷമിക്കാതെ പോയിട്ട് വാ, ഒരു കുഴപ്പമില്ല. ഇങ്ങനെ വന്ന് സംസാരിക്കുന്നെങ്കിലും ഉണ്ടല്ലോ, എനിക്കത് മതി. ചേച്ചി സച്ചേട്ടൻ ചോദിക്കില്ല,
കാശിനെന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. എൻ്റെ വീട്ടിലെ പൈസ ഒന്നുമല്ല കേട്ടോ, ഞാൻ ഡബ് ചെയ്ത് സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശാ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണേ എന്ന് പറഞ്ഞിട്ട് രേവതി പോവാണ്. അങ്ങനെ ഇതൊക്കെ നമ്മുടെ ശ്രുതി കേൾക്കുന്നുണ്ട് കേട്ടോ. ഓ എന്തൊരു ഒലിപ്പീരാ, എന്ന് വെച്ചാ വേറെ പണിയൊന്നുമില്ലല്ലോ, അവളെ പോയി സോപ്പിട്ട് അവളുടെ കാര്യം നടക്കാനായിട്ട് എന്നും പറഞ്ഞ് ശ്രുതി പോകാനായിട്ട് തുടങ്ങുമ്പോഴേക്കും രേവതി കാണുന്നുണ്ട്. ശ്രുതി, ഇന്നലെയൊന്നും ശ്രുതിയെ കാണാൻ പോലും പറ്റിയില്ലല്ലോ. ഞാൻ ഇവിടെ നിന്നല്ലേ കഴിച്ചത്, അതുകൊണ്ട് ശ്രുതിയൊന്നും കാണാൻ പോലും പറ്റിയില്ല. രാവിലെ ഒന്നും മിണ്ടാതെ പോവാണോ? നമ്മളെല്ലാം ഈ വീട്ടിലുള്ളതല്ലേ, നമ്മളെല്ലാം സഹോദരിമാരല്ലേ, അപ്പൊ ഒന്ന് കണ്ടു മിണ്ടിന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ചോദിക്കാണ്. അയ്യോ അതൊന്നുമില്ല രേവതി, പോവാൻ സമയം പോയി, ഇത്രയും നേരം ജോലി ചെയ്ത് എന്റെ നടു ഒടിഞ്ഞു. രേവതിക്കിപ്പോ അതൊന്നും അറിയണ്ടല്ലോ, സുഖമായിട്ടോടെ ഇരിക്കുകയല്ലേ എന്ന് ചോദിക്കുമ്പം രേവതി പറയുന്നുണ്ട്, കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ തന്നെയല്ലേ ശ്രുതി ഈ ജോലിയൊക്കെ ചെയ്തത്. നിങ്ങൾ 3 പേരും കൂടി ചെയ്ത ജോലിയല്ലേ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ അതിനെന്തുമാത്രം കഷ്ടപ്പാടുണ്ടെന്ന്. അപ്പൊ പിന്നെ ഞാനിപ്പോ കുറച്ചേരം കിടന്നാ എന്നാ പ്രശ്നം എന്ന് ചോദിക്കുമ്പം പ്രശ്നമെന്നൊന്നും പറഞ്ഞല്ല, അല്ല ഞാൻ പറയായിരുന്നു. അതെനിക്ക് മനസ്സിലായെന്നും രേവതി പറയാണ്. ശ്രുതി പറയുന്നുണ്ട്, എന്നാ ശരി ഞാൻ പോവാ എന്നും പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് പോവാണ് കേട്ടോ. ശേഷം സച്ചി വരുന്നുണ്ട്. സച്ചി വരുമ്പോഴേക്കും അവക്ക് ഇഷ്ടപ്പെട്ട ഹൽവ മേടിച്ചിട്ട് വരുവാണ് കേട്ടോ. ഈ സമയം അച്ഛമ്മ ചോദിക്കാണ്, എടാ എന്താണ് നിന്റെ കയ്യില് എന്ന് ചോദിക്കുമ്പം ഇത് പിന്നെ രേവതിക്കാം. ആഹാ എന്താടാ കൊണ്ടുവന്നേ, അച്ഛമ്മയ്ക്കോട് താടാ എന്ന് പറയുമ്പം പിന്നെ അച്ഛമ്മയ്ക്കില്ലാതാണോ ഞാൻ കൊണ്ടുവരുന്നേ എന്നും പറഞ്ഞിട്ട് ആ കവർ കഴിക്കാണ്. ഇത് കണ്ടോ, നല്ല ഒറിജിനൽ കോഴിക്കോടൻ ഹൽവയാ എന്നും പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. നീ നിന്റെ പെണ്ണുമ്പിളക്ക് കൊണ്ടുവന്നല്ലേ, എനിക്ക് വേണ്ട, കൊണ്ടേ കൊടുക്ക് എന്ന് പറയുമ്പം എന്റെ പൊന്നച്ഛമ്മേ, എന്റെ അച്ഛമ്മയോടുള്ളപ്പോ പിന്നെ അച്ഛമ്മയ്ക്കല്ലേ ഞാൻ ആദ്യം തരുവുള്ളൂ, അച്ഛമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ഭാര്യയും അച്ഛനും എല്ലാവരും എന്ന് പറയുന്നുണ്ട്. അച്ഛമ്മ പറയാണ്, മതി മതി സോപ്പിംഗ് ഒക്കെ മതി, അങ്ങനെ ഒരു പീസ് എടുത്തിട്ട് എനിക്കിത് മതി, നീ കൊണ്ട് രേവതിക്ക് കൊടുക്ക് എന്ന് പറയാണ്. ശരി അച്ഛമ്മ എന്ന് പറയുമ്പോഴേക്കും, അല്ല എടാ നിനക്കിന്ന് ഓട്ടോ ഇല്ലായിരുന്നോ? അത് പിന്നെ ഓട്ടോ ഉണ്ടായിരുന്നു, ഓട്ടം കഴിഞ്ഞിട്ട് വന്നതാ. ഇനി ഇപ്പോഴെങ്ങാനും ഓട്ടോ ഉണ്ടോ? ഇല്ല അച്ഛമ്മേ, ഇനിയിപ്പോ ഉച്ച കഴിഞ്ഞിട്ട് കാണും എന്ന് പറയാണ്. അങ്ങനെ രേവതിയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പൊ രേവതി കിടക്കായിരിക്കും. രേവതിക്ക് കൊണ്ടുപോയിട്ട് ഹൽവ ഒക്കെ കൊടുക്കുന്നുണ്ട്. രേവതി പറയാണ്, എന്റെ പൊന്ന് സച്ചേട്ടാ, ഓട്ടം കഴിഞ്ഞ് വരുമ്പോ ഓരോന്നൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു തന്നാലേ ഞാനിവിടെ വേറെ പണിയൊന്നുമില്ലാത്തോണ്ട് കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അങ്ങനെ ഇരുന്നാലേ പിന്നെ ഞാനിവിടെ തന്നെ ഇരിക്കുമ്പോളേ ഒരു കുട്ടിയാനെ പോലെ ഇരിക്കും എന്ന് പറയാണ്. അതൊന്നും സാരമില്ല, എപ്പോഴും ഓടി നിൽക്കുന്നില്ല നീ, ഇപ്പൊ 6 ആഴ്ച ദയവായിട്ട് നിനക്ക് റെസ്റ്റ് നിന്ന് കരുതിയാ മതി. അല്ല രേവതി, ഇന്ന് രാവിലെ വർഷനെ ശ്രുതിനെയൊക്കെ അച്ഛമ്മ പൊരിക്കുന്നത് കണ്ട് അടുക്കളയില് ഇന്ന് കാണാനൊരു ഐശ്വര്യമൊക്കെ ഉണ്ടായിരുന്നു. 3 സ്ത്രീകളൂടെ അടുക്കളയിൽ കയറിയിട്ടേ ജോലി നടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ശ്രീകാന്തും പോയി ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ കണ്ടു, അവൻ ഭയങ്കര ഷെഫല്ലേ എന്നൊക്കെ പറയാണ്. സച്ചേട്ടാ കാപ്പി കുടിച്ചായിരുന്നോ? ഇല്ല. എങ്കിലേ ദോശ സാമ്പാറുണ്ട്, പോയി കഴിച്ചു നോക്ക്. വർഷ ഉണ്ടാക്കിയ സാമ്പാറാ. വർഷ ഉണ്ടാക്കിയ സാമ്പാറോ? ഈശ്വര, അത് കഴിക്കാനൊക്കുവോ? എന്റെ സച്ചേട്ടാ എന്ത് ടേസ്റ്റ് ആയിരുന്നു അറിയാവോ? അച്ഛമ്മ പറഞ്ഞു കൊടുത്ത് ചെയ്താന്ന് പറഞ്ഞു. അവളിങ്ങോട്ട് വന്നിരുന്നു, വന്ന് കുറെ സംസാരിച്ചിട്ടൊക്കെയാ പോയത്. എന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഇപ്പോഴാ മനസ്സിലായെന്നും ചേച്ചി ഇത്രയും കാലം നോക്കിയതിന് ഒരുപാട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടാ അവള് പോയത്. ഇനി ഇന്ന് സഹായിക്കാന് അവൾ ഉണ്ടാവുമെന്നൊക്കെ എന്നോട് പറഞ്ഞു എന്ന് പറയാണ്. അല്ലെങ്കിലും വർഷയ്ക്ക് നല്ല മനസ്സാ, അവൾക്ക് സഹായിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ അറിയില്ലാത്തോണ്ടാ. ശ്രീകാന്ത് അവൻ ഈ കുടുംബത്തിൽ നിൽക്കണമെന്ന് ഒറ്റ കാരണം കൊണ്ടാ അവൻ ഇങ്ങോട്ടേക്ക് വന്ന് ഇതെല്ലാം സഹിച്ചു നിൽക്കുന്നത്. അതല്ലെങ്കിൽ അവക്ക് എപ്പോഴേ അവനെയും കൂട്ടി വേറെ പോയി താമസിക്കായിരുന്നു. ഇഷ്ടം പോലെ കാശുള്ളവളല്ലേ എന്നൊക്കെ ചോദിക്കാണ്. അപ്പം സച്ചി പറയുന്നുണ്ട്, പക്ഷെ ശ്രുതിയെ ആ പൗഡർ ഇടത്തി അവള് നേരെ തിരിച്ചാ, നമുക്കിട്ട് എങ്ങനെ പണിയാൻ നോക്കി നടക്കുക. അത് മാത്രല്ല വർഷയുടെ സ്വഭാവമായിട്ട് നേരെ വിപരീതാണ്. അച്ഛമ്മയോട് എന്തൊക്കെയോ കിടന്ന് പറഞ്ഞു കേട്ടു. ആ അച്ഛമ്മയുടെ അടുത്തല്ലേ എന്തെങ്കിലും ഏക്കോ അച്ഛമ്മ അടിച്ച് ശരിയാക്കത്തേ ഉള്ളൂ. എന്തായാലും വന്ന അന്ന് മുതലേ അച്ഛമ്മ അവക്കിട്ട് നല്ല പണിയായി കൊടുത്തോണ്ടിരിക്കുന്നത്. ഇത്രയും ദിവസമായിട്ട് ഇക്ഷായനെ വരപ്പിക്കുക, ശ്രുതിയെ കൊണ്ട് ഈ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യിപ്പിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോഴേ ഒരു സന്തോഷം. ഇത്രയും കാലം നീ ജോലി ചെയ്യുമ്പം ആർക്കും ഒരു കൂസലും ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ ശ്രുതിയൊക്കെ ചെയ്യുന്നത് കാണുമ്പോഴേ മനസ്സിൽ നല്ല സന്തോഷമുണ്ട്. ചെയ്യട്ടെ, അങ്ങനെ ചെയ്ത് പഠിക്കട്ടെ, മേലൊക്കെ നനങ്ങട്ടെ എന്നൊക്കെ സച്ചി പറഞ്ഞ് ചിരിക്കാം കേട്ടോ. അങ്ങനെ താഴേക്ക് പോയിട്ട് അവൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് നേരെ കയറി വരുന്നുണ്ട്. അങ്ങനെ പോയി കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുളിച്ചിട്ട് ഉച്ചയാകുമ്പോഴേക്കും അവൻ ഓട്ടം വരികയാണ്. എന്നാൽ ശരി ഞാൻ ഓട്ടത്തിന് പോവാണെന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് പോവാണ് കേട്ടോ.
ഈ സമയം നമ്മുടെ രേവതിയും അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അച്ചമ്മയാണെങ്കിലും അടുക്കളയിലെ ജോലിയെല്ലാം കഴിഞ്ഞ് രേവതിക്ക് ചോറെല്ലാം കൊടുത്തിട്ട് അച്ചമ്മയും പോയി കിടക്കാണ്. നമ്മുടെ രവീന്ദ്രനും പോയി കിടക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ ശ്രുതി അവളുടെ പാർലറിൽ നിൽക്കായിരിക്കും. അങ്ങോട്ടേക്ക് മറ്റേ പഴയ ആ നവീൻ ദാസ് ഉണ്ടല്ലോ, അയാൾ കോള് ചെയ്യുന്നുണ്ട് കേട്ടോ. ശ്രുതി ചോദിക്കാണ്, എന്തിനാടാ നീ ഇപ്പൊ എന്നെ കോൾ ചെയ്തത്? അന്ന് ആന്റണിയുടെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടിയതല്ലേ എന്ന് ചോദിക്കുമ്പം എനിക്കറിയായിരുന്നു നീ തന്നെ ഒപ്പിച്ച പണിയാണെന്ന്. അന്ന് ആന്റണിയല്ല എന്നെ തല്ലിയത്, അന്നേ വേറൊരുത്തനെ തല്ലിയത്. വേറെ ആര് എന്ന് ചോദിക്കുമ്പോ നിന്റെ ഭർത്താവിന്റെ അനിയനുണ്ടല്ലോ സച്ചി, അവൻ എന്നെ തല്ലിയത്. സച്ചിയോ? സച്ചി എന്തിനാ നിന്നെ തല്ലിയത്? അത് ആനിന്റെ അവിടുന്ന് ഞാൻ ഇറങ്ങി ഓടിയതാ. വന്ന വഴിക്ക് ബൈക്കിൽ നിന്ന് ഒരു സ്ത്രീയെ തട്ടിയിട്ടു. അത് കണ്ടോണ്ടാ നിന്റെ അനിയൻ വന്നത്. അങ്ങനെ അവൻ വന്നതിനെ കുറെ തല്ലുകയും ചെയ്തു, പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയും ചെയ്തു. എന്തായാലും അതൊന്നും ഞാൻ മറക്കില്ലെന്ന് പറയുമ്പോ അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? സച്ചിയല്ലേ നിന്നെ തല്ലിയത്, അപ്പൊ വേണമെങ്കിൽ സച്ചിയോട് പോയി പകരം ചോദിക്ക് എന്ന് പറയുമ്പോ ദാസ് പറയുന്നുണ്ട്, ഞാൻ എന്തിനാ സച്ചിയോട് പോയി ചോദിക്കുന്നത്? അവൻ വഴിയിൽ കണ്ട ഒരു ആക്സിഡന്റിനെതിരെ പ്രതികരിച്ചു എന്നല്ലേ ഉള്ളൂ. ശരിക്കും ആന്റണി എന്നെ ഓടിച്ചത് കൊണ്ടല്ലേ അങ്ങനെയൊക്കെ ഉണ്ടായത്. അതിന് കാരണക്കാരിയപ്പോ നീ തന്നെയാ. എന്തായാലും ഇനി ക്ഷമിക്കാൻ എനിക്ക് വയ്യ. നീ ഇനിയിപ്പോ ആന്റണിയോട് പറഞ്ഞാലും അയാളെന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ആർക്കും പറയാത്തൊരു സ്ഥലത്താ ഞാനിപ്പോ ഉള്ളത്. എന്നെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വേണമെന്ന് പറയുമ്പോ ശ്രുതി ചോദിക്കാണ്, ദാസേ എന്റെ കയ്യിൽ 5 പൈസ ഇല്ല. വീട്ടുപാലാണെങ്കിലോ ഇപ്പൊ നഷ്ടത്തില. ഏത് നിമിഷം അടച്ചു കൂട്ടേണ്ടി വരും. അതുകൊണ്ടാണ് ഞാനന്ന് ആന്റണിയോട് പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യിച്ചത്. എന്റെ കയ്യില് കാശൊന്നുമില്ലെന്ന് പറയുമ്പം ദാസ് പറയുന്നുണ്ട്, ഓഹോ അപ്പൊ നിന്റെ കാശില്ലല്ലേ? എങ്കിലേ ഞാൻ പോയി സച്ചിയോടും നിന്റെ വീട്ടുകാരോടൊക്കെ സത്യങ്ങൾ അങ്ങ് പറയാം. ശ്രുതി ചോദിക്കാണ്, നീ എന്തിനാ എന്റെ പിന്നാലെ നടന്ന് ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? നീ ഇനി പറയാൻ ശ്രമിച്ചാലും നിനക്ക് പറയാൻ പറ്റില്ല. ആന്റണി നിന്റെ പിന്നാലെ തന്നെയുണ്ട്. നീ എവിടൊക്കെ പോയി ഒളിച്ചാലും ആന്റണി നിന്നെ പിടികൂടും എന്ന് പറയുമ്പോ ദാസ് ചോദിക്കാണ്, ഓഹോ അപ്പൊ ദുബായിലും അവൻ വരുമായിരിക്കുമല്ലേ എന്ന് ചോദിക്കുമ്പം ശ്രുതി ചോദിക്കാണ്, ദുബായിലോ എന്ന്? അതെ, ഞാനിപ്പോ ഉള്ളതേ ദുബായിലാ. പക്ഷെ നിന്റെ സച്ചിനെ, നിന്റെ വീട്ടിലെ നിന്റെ ഭർത്താവിനെ നിന്റെ വീട്ടുകാരെ അറിയിക്കാനേ എനിക്ക് ഫോണ് മാത്രം മതി. ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞാലേ അവര് കാര്യങ്ങളൊക്കെ പോയി അന്വേഷിച്ചോളും. അന്വേഷിക്കുമ്പം സത്യാവസ്ഥ അവർക്ക് തന്നെ മനസ്സിലായിക്കോളും. നിനക്ക് ഒരു കുഞ്ഞുണ്ടെന്നും നീ ഒന്ന് കെട്ടിയതാണെന്നൊക്കെ അറിഞ്ഞാലേ നിന്റെ വീട്ടുകാരനെ നിന്നെ അടിച്ചിറക്കിക്കോളും. എന്താ ഞാൻ പറയണമെന്ന് ചോദിക്കാണ്. അത് വേണ്ടെന്നുണ്ടെങ്കിലേ എന്റെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യണം. 4 ലക്ഷം രൂപയുടെ ഒരു അത്യാവശ്യമുണ്ട്. അതുകൊണ്ടാ ഉടനെ ഞാൻ നാട്ടിലേക്ക് വരുന്നില്ല. പിന്നെ ആവശ്യമുള്ളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചാലാം കേട്ടോ. ഷോറൂമൊക്കെ നന്നായി പോകുന്നുണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പം ഷോറൂമില് ഇപ്പൊ കച്ചവടമൊന്നുമില്ല. അതുപോലെ പാർലറും അവസാനം പൂട്ടിടേണ്ട അവസ്ഥയിലാ. ദയവീത് ഇങ്ങനെ ടോർച്ചർ ചെയ്യല്, എന്റെ പൈസ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ശ്രുതി, നാളെ രാവിലേക്കുള്ളിൽ 4 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് വരണം. അതല്ലെങ്കിൽ ഞാനിനി നിന്നെ വിളിക്കില്ല, നേരെ നിന്റെ വീട്ടിലേക്കായിരിക്കും വിളിക്കുക. അത് ഓർമ്മ വേണം എന്നും പറഞ്ഞിട്ട് അയാള് ഫോണ് കട്ടാക്കുന്നുണ്ട്. അപ്പോഴേക്കും ഈ ഒരു വിവരം കൂട്ടുകാരിയെ വിളിച്ചിട്ട് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. കൂട്ടുകാർ ചോദിക്കാണ്, ഇനി എത്ര കാലം മറച്ചു പിടിക്കും ശ്രുതി നീയെല്ലാം? ഇപ്പൊ തന്നെ കണ്ടില്ലേ, അയാള് വീണ്ടും വീണ്ടും കാശ് വെച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇത്തവണ 4 ലക്ഷം രൂപ ചോദിച്ചേക്കുന്നല്ലേ, നീ എവിടെ നിർത്തിട്ട് കൊടുക്കാനാ എന്ന് പറയുമ്പം ശ്രുതി പറയുന്നുണ്ട്, അറിയില്ല, ബ്യൂട്ടി പാർലറാണെങ്കിലോ തിരക്കൊന്നുമില്ല. ഞാൻ വീട്ടിലേക്ക് എങ്ങാനും പോവാ, മനസ്സ് മടുത്തു, ആകെപ്പാടെ ഞാൻ വല്ലാത്ത വിഷമത്തിലാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ശ്രുതി ആണെങ്കിൽ ഫോണും കട്ടാക്കിയിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ പോയിട്ട് അവളുടെ മുറിയില് രേവതി കിടക്കല്ലേ, അതുകൊണ്ട് തന്നെ അവള് പോയിട്ട് നമ്മുടെ വാർഷയുടെ മുറിയിലാണ് കിടക്കുന്നത്. പണ്ടാരം ഉച്ചയ്ക്ക് വന്നാലും ഒന്ന് കിടക്കാൻ പോലും സമ്മതിക്കില്ല. അവളെ റൂമിൽ കയറി കിടക്കല്ലേ, എന്തെങ്കിലും പറയാൻ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് AC ഒക്കെ ഓണാക്കി വർഷയുടെ മുറിയിൽ കിടക്കുന്നുണ്ട്. എന്തൊരാശ്വാസം. രാത്രി കൊതുകടിയും കൊണ്ട് ഫാനിന്റെ കീഴെ കിടക്കുമ്പോ എന്തൊരു ബുദ്ധിമുട്ടാ, ഇതെന്തൊരു ആശ്വാസമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് കിടക്കായിരിക്കും കേട്ടോ. അപ്പോഴാണ് ഇവൾ നവീന്റെ കാര്യം ഓർക്കുന്നത്. അങ്ങനെയുള്ള ഡോറൊക്കെ അടച്ചിട്ട് അവിടെ ഇങ്ങനെ കിടക്കായിരിക്കുമല്ലോ. ഇവള് മനസ്സിലെങ്ങനെ ഓർക്കുന്നുണ്ട്, നവീന് എങ്ങനെ കാശ് കൊടുക്കും, അല്ലെങ്കിൽ അയാൾ ഇവിടെ വിളിച്ച് പറഞ്ഞാല് എന്റെ ജീവിതം അതോടുകൂടി അവസാനിക്കും. ഈ അച്ഛമ്മയും എന്റെ അമ്മായിമ്മയും എല്ലാരും കൂടി എന്നെ ചവിട്ടി പുറത്താക്കും. ഈശ്വര, ഞാൻ എന്ത് ചെയ്യുന്നൊക്കെ ആലോചിച്ചിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ശ്രുതി ഓർക്കുന്നത്,
രാവിലെ വർഷയാണെങ്കിൽ രേവതിയോട് പറഞ്ഞല്ലോ പൈസ വല്ലതും വേണമെങ്കിൽ ചേച്ചി പറഞ്ഞാൽ മതി, എൻ്റെ പൈസ എല്ലാം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഈ അലമാരിക്കകത്ത് കാണാം വർഷയുടെ പൈസ കാണുമോ എന്നിവൾ ആലോചിക്കാണ്. ഒന്ന് നോക്കിയാലോ എന്ന് ഇവൾ ഓർക്കുന്നുണ്ട് കേട്ടോ. പതിയെ കഥ തുറന്ന് അച്ഛമ്മയും അച്ഛനെയും അതുപോലെ രേവതിയൊക്കെ പോയി നോക്കിയിട്ട് വരുന്നുണ്ട്. എല്ലാവരും നല്ല ഉറക്കമായിരിക്കും കേട്ടോ. എല്ലാവരും നല്ല ഉറക്കാണ്. ഈ സമയത്ത് ഞാൻ വന്നത് ആരും കണ്ടിട്ടുമില്ല. വർഷയുടെ ഇതിൽ പണം വല്ലതും ഉണ്ടെങ്കിൽ അതെടുത്തോണ്ട് പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നേരെ വർഷയുടെ മുറിയിൽ കയറിയിട്ട് അവളുടെ അലമാര തുറന്ന് നോക്കാണ്. അപ്പോഴേക്കും അതിനകത്ത് ഇങ്ങനെ പൈസ അടങ്ങിയ ഒരു ബാഗ് ഇരിക്കുന്നത് ഇവള് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളുടെ അക്കൗണ്ടിലൊന്നും അല്ലല്ലേ, ഈ അലമാര തന്നെ ഒരു സുരക്ഷിതമില്ലാതെ പൂട്ടാതൊക്കെ പോയിരിക്കുകയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവൾ ആ കവർ എടുത്ത് നോക്കുമ്പം അതിനകത്ത് 5-6 ലക്ഷം രൂപ ഇരിപ്പുണ്ട്. 6 ലക്ഷം രൂപയുണ്ടല്ലോ, സമാധാനമായി ഈശ്വര, അയാൾ കൊടുക്കാനുള്ള പൈസയായി. ഇനി ഇതെങ്ങനെയും കൊണ്ടുവന്ന് ബാങ്കിലിടണം, അതിനുമുമ്പ് ഇവിടുന്ന് ആരും കാണാതെ ഇറങ്ങിപ്പോണം എന്ന് മനസ്സിലോർക്കുന്നുണ്ട്. അങ്ങനെ പതിയെ ഈ പണമടങ്ങിയ ആ കവറോടുകൂടി തന്നെ അവൾ ബാഗിലെടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഡോറും എല്ലാം അടച്ചു വെച്ച് കട്ടിലിൽ അവളെ കിടന്നതിൻ്റെ ഒരടയാളവും ഇല്ലാതെ പതിയെ ഡോറ് തുറന്ന് അവൾ ഇറങ്ങിപ്പോവാണ് കേട്ടോ. ഇറങ്ങി പതിയെ കതകും ചാരിയിട്ട് പോവാണ്. ഈ കഥക് ചാരുന്ന സൗണ്ട് കേട്ട് അച്ഛമ്മ ഉരുക്കാണ്. കഥക് ആര് തുറന്ന പോലെ തോന്നിയല്ലോ എന്നും പറഞ്ഞിട്ട് അച്ഛമ്മ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോഴേക്കും പതിയെ ശ്രുതിയുടെ ചെറിയൊരു രൂപം പോലെ അച്ഛമ്മ കാണുന്നുണ്ട് കേട്ടോ. ഗേറ്റ് കടന്ന് ശ്രുതി പോകുന്ന പോലെ അച്ഛമ്മയ്ക്ക് തോന്നുകയാണ്. അത് ശ്രുതിയല്ലേ എന്ന് അച്ഛമ്മ മനസ്സിലോർക്കുന്നുണ്ട്. ഈ സമയത്ത് ശ്രുതി എന്തിനാ വന്നേ? അവൾ വന്നിട്ട് പോയതാണോ? ഈ ഡോർ ഞാൻ കുറ്റിയിട്ടതാണല്ലോ, പിന്നെ എങ്ങനെ തുറന്നേ? അതോ കുറ്റിയിട ഞാൻ മറന്നുപോയോ എന്നൊക്കെ അച്ഛമ്മ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. എന്തായാലും അത് ശ്രുതിയെല്ലാം തോന്നുന്നു, ഈ സമയത്തൊന്നും അവൾ വരാറില്ലല്ലോ എന്ന് പറഞ്ഞ കഥ വീണ്ടും കുറ്റിയിട്ടിട്ട് അച്ഛമ്മ പോയി കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതിയാണെങ്കിൽ നേരെ ബാങ്കിലേക്കാട്ടോ പോണത്. അങ്ങനെ പോയിട്ട് നവീൻ ദാസിന് അവൻ്റെ അക്കൗണ്ടിലേക്ക് 4 ലക്ഷം രൂപ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നവീനോട് പറയുന്നുണ്ട്, ദയവ് ചെയ്ത് ഇതിനു വേണ്ടിയിട്ട് താൻ ഇനി എന്നെ ടോർച്ചർ ചെയ്യരുത്. ഇനി ക്യാഷ് വെച്ച് ടോർച്ചർ ചെയ്യാൻ ഞാൻ ആത്മഹത്യ ചെയ്യും, തൻ്റെ പേര് എഴുതി വെച്ചിട്ട്. അത് മാത്രമേ എനിക്കിനി മാറുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നവീൻ പറയാണ്, ശരി ശരി ഞാൻ സമ്മതിച്ചു, എന്തായാലും താൽക്കാലികമായുള്ള എൻ്റെ ആവശ്യത്തിന് ഈ പണം മതി എന്നും പറഞ്ഞിട്ട് അയാൾ കട്ടാക്കാം കേട്ടോ. ബാക്കി നമ്മുടെ ശ്രുതിയുടെ കയ്യില് 2 ലക്ഷം രൂപയും കൂടി ഉണ്ട് കേട്ടോ. ശരിക്കും നമ്മുടെ 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 വർഷയാണെങ്കിൽ അവൾക്ക് ഒരു കാറ് വാങ്ങിക്കണം നല്ലൊരു ആഗ്രഹമാണ്. അപ്പോൾ അവളുടെ കിട്ടിയ ക്യാഷൊക്കെ അവൾ കൂട്ടിവെച്ചും അവളുടെ ഓർണമെന്റ്സ് ഒക്കെ വിറ്റുമൊക്കെ കിട്ടിയ പൈസയായിരിക്കും അവൾ കൊണ്ട് അവിടെ വെച്ചു കേട്ടോ. അത് മാത്രമല്ല അതിൽ നമ്മുടെ ശ്രീകാന്തിന്റെ പൈസയും കൂടെ ഉണ്ട്. അവനും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയിൽ ബാലൻസ് വെക്കുന്ന പൈസയൊക്കെ കൂടി ഇവരിങ്ങനെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതായിരിക്കും കേട്ടോ. അവർക്ക് നല്ലൊരു വണ്ടിയൊക്കെ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വർഷയുടെ വീട്ടുകാരെ തരുന്നൊന്നും ശ്രീകാന്ത് സ്വീകരിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്നും പൈസ മേടിക്കാതെ ഇവർ രണ്ടുപേരും അധ്വാനിച്ചുണ്ടാക്കുന്നതിൻ്റെ ബാക്കി പൈസയും വർഷയുടെ ഓർണമെന്റ്സ് ഒക്കെ വിറ്റ പൈസകളൊക്കെ ചേർന്നാണ് അവിടെ എടുത്തു വെച്ചിരുന്നത്. അപ്പോൾ വീട്ടിൽ മറ്റാരും ഇല്ലല്ലോ, എല്ലാവർക്കും നല്ല വിശ്വാസമായതുകൊണ്ടാണ് അവളങ്ങനെ പൂട്ടാതെ ഒരു സേഫ്റ്റി ലോക്കറിൽ പോലും വെക്കാതെ പോയത് കേട്ടോ. അപ്പം ഇങ്ങനൊരു കളവ് നടക്കുമെന്ന് വർഷയ്ക്ക് അറിയില്ലല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്രുതിയാണെങ്കിൽ ആ പൈസയൊക്കെ ആയിട്ട് അവൾ ബാക്കി പൈസ അവളുടെ കയ്യിൽ തന്നെ വെക്കാണ്. അവളുടെ ആ ഒരു ഷോറൂമിൽ നിന്ന് കിട്ടിയ പൈസയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് അവൾ ആ കവറോട് തന്നെ ആ പൈസ ബാഗിൽ വെക്കുന്നുണ്ട് കേട്ടോ. തിരിച്ച് വൈകുന്നേരം എല്ലാവരും വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ വർഷം വന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം അവൾ മുറിയിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ അന്ന് അവളുടെ സാലറി ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ സാലറി കിട്ടിയ കാശ് അവളും ശ്രീകാന്തൂടെ അവർ സേവിങ്സിലേക്ക് വെക്കാനായിട്ട് അലമാര തുറക്കുമ്പം ശരിക്കും വർഷം ഞെട്ടിപ്പോകുന്നുണ്ട്. വർഷം പറയുന്നുണ്ട്, ശ്രീകാന്ത് ഇവിടുന്ന് ക്യാഷ് എവിടെ എന്ന് ചോദിക്കാണ്. ശ്രീകാന്ത് പറയുന്നുണ്ട്, ഞാൻ എടുത്തില്ല, നീ എങ്ങോട്ടെങ്കിലും എടുത്തു വെച്ചോ എന്ന് ചോദിക്കുമ്പം ഇല്ല ശ്രീകാന്തേ, രാവിലെ കൂടി നമ്മളെ കണ്ടല്ലേ പോയത് എന്ന് ചോദിക്കുമ്പം നീ എവിടെയെങ്കിലും തപ്പി നോക്ക്, വയറെങ്ങോട്ടെങ്കിലും മാറ്റി വെച്ചോ എന്ന് ചോദിക്കാണ്. അങ്ങനെ ശ്രീകാന്തും വർഷയും കൂടി ആ മുറി മുഴുവനും അരിച്ച് പറക്കുന്നുണ്ട് കേട്ടോ. എവിടെയും ആ പൈസ കാണുന്നില്ല. വർഷ പറയുന്നുണ്ട്, ഇല്ല ഇവിടെ എങ്ങും കാണുന്നില്ല, ഞാൻ ഇവിടുന്ന് മാറ്റിയതായിട്ട് കൂടി ഓർക്കുന്നില്ല. രാവിലെ ഞാൻ ഈ കണ്ണന്റെ മുമ്പിൽ വന്നിട്ട് സാധനം എടുത്തപ്പോൾ പോലും ഞാൻ നീ നോക്കിയതാണ്, അപ്പോഴും അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ശ്രീകാന്ത് പറയാണ്, അല്ലാതെ കാശ് എവിടെ പോവാനാ? ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ ഡോറ് പൂട്ടി വെക്കണം, താക്കോല് കയ്യിലെടുക്കണം എന്നൊക്കെ.
അപ്പോ നീയല്ലേ അത് സമ്മതിക്കാത്തത്? ഇവിടെ ആര് വരാനാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നീ പറഞ്ഞില്ലേ എന്തോരം കള്ളന്മാരുള്ള സ്ഥലമാണ്, എന്നിട്ടിപ്പോ സമാധാനമായില്ലേന്ന് വർഷയോട് ചോദിക്കാണ്. വർഷ പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാ ശ്രീകാന്ത്, ഇവിടെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടല്ലോ, ഇപ്പൊ അച്ഛമ്മയുണ്ട്, അച്ഛനുണ്ട്, ചേച്ചിയൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഏത് കള്ളന്മാർ വരാനാ എന്ന് ചോദിക്കുമ്പം ബാ നമുക്ക് താഴെ പോയിട്ട് എല്ലാവരോടും ചോദിക്കാം എന്ന് പറയാണ്. താഴെ ഇപ്പൊ എല്ലാവരും ഇരിപ്പുണ്ട്. ശ്രീകാന്ത് പോയിട്ട് അച്ഛമ്മയോട് പറയുന്നുണ്ട്, അച്ഛമ്മയോട് അച്ഛനോടും പറയാണ്, അച്ഛാ ഞങ്ങളുടെ അലമാരയിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, അതിപ്പോ കാണുന്നില്ല എന്ന് പറയുമ്പോഴേക്കും അവർ ചോദിക്കാണ്, പൈസയോ? ആരെടുക്കാനാ മോനെ, നിങ്ങൾ തന്നെ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ട് വെച്ചതായിരിക്കും. അല്ലച്ചാ ഞങ്ങൾ രാവിലെ കൂടി നോക്കിയിട്ട് പോയതാ, അവൾ ഉണ്ടായിരുന്നു. അല്ല നിങ്ങൾ അലമാരി പൂട്ടിയിട്ടൊന്നും അല്ലേ പോകുന്നത്? ഏയ് അല്ലച്ചാ, ഞാൻ വർഷയോട് പറഞ്ഞതാ പൂട്ട് താക്കൾ എടുക്കണമെന്ന്, ഇവിടെ ആര് വരാനാന്ന് പറഞ്ഞിട്ട് അവൾ പൂട്ടാതെയാ എന്നും പോവാറ് എന്ന് പറയുമ്പോൾ വർഷ പറയുന്നുണ്ട്, അല്ലച്ചാ ചില ദിവസമൊക്കെ ഞാൻ പൂട്ടാറുണ്ട്, ചില ദിവസം മറന്നു പോവും, ധൃതി വെച്ച് ഇറങ്ങി പോകുമ്പോൾ. ഇന്ന് നല്ല ധൃതിയായിരുന്നല്ലോ, അതുകൊണ്ട് മറന്നു പോയതാന്ന് വർഷ പറയുന്നുണ്ട് കേട്ടോ. ശ്രീകാന്ത് പറയുന്നുണ്ട്, ഞാൻ ഇറങ്ങിയതിന് ശേഷമല്ലേ ഇവൾ ഇറങ്ങാറ്, അതുകൊണ്ട് ഞാൻ പൂട്ടാറില്ല എന്നും ശ്രീകാന്ത് പറയുന്നുണ്ട്. അച്ഛമ്മ ചോദിക്കുകയാണ്, അല്ല മോനെ എത്ര രൂപ ഉണ്ട്? എത്ര രൂപ ആ പോയെന്ന് ചോദിക്കുമ്പം അച്ഛമ്മേ മൊത്തത്തില് 6 ലക്ഷം രൂപ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്റെ ഈശ്വര, 6 ലക്ഷം രൂപയോ? നീ എന്താടേ പറയുന്നേ? 6 ലക്ഷം രൂപ അലമാരിക്കകത്ത് വെച്ചിട്ടാണോ പൂട്ടാ നിങ്ങൾ മറന്നു പോന്നേ? നല്ല ഉത്തരവാദിത്വം തന്നെയെന്ന് അച്ഛമ്മ പറയുമ്പം അച്ഛൻ ചോദിക്കാണ്, ശ്രീകാന്തേ എന്തൊക്കെയാ കേൾക്കുന്നേ? 6 ലക്ഷം രൂപയൊക്കെ ആരെങ്കിലും വീട്ടിൽ വെക്കോ? അത് അക്കൗണ്ടിൽ വെച്ച് സേഫ് ആക്കണ്ടേ എന്ന് ചോദിക്കുമ്പം അച്ഛാ ഞങ്ങൾക്കൊരു പുതിയ കാർ എടുക്കാനുള്ള ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആ പൈസ ഞങ്ങൾ സ്വരുക്കൂട്ടിയ പൈസയാ, ഇവളുടെ ഗോൾഡ് വിറ്റും എൻ്റെ ഇരുന്ന കുറച്ച് പൈസയും അതുപോലെ ഞങ്ങളുടെ സേവിങ്സും എല്ലാം കൂടെ കൂട്ടിവെച്ച പൈസയായിരുന്നു ഒരു കവറിലാക്കി ഇന്നലെ കൂടി ഞങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തി പ്ലാൻ ചെയ്ത് അതിവിടെ എടുത്തു വെച്ചതാണ്. കുറെ പൈസ ബാങ്കിലായിരുന്നു, അതുകൂടി ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പോയി എടുത്തതാണ് എന്ന് പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഒരു വണ്ടി വാങ്ങണമെന്ന് ഞങ്ങൾ രണ്ടുപേരെ ആഗ്രഹമാണ്, അതുകൊണ്ട് അത് ചെയ്തതാണ് എന്ന് പറയുന്നുണ്ട്. അച്ഛൻ പറയുന്നുണ്ട്, മോനെ ഇവിടെ ഇപ്പൊ ആര് വരാനാ, ആരും വന്നില്ലല്ലോ, ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. സച്ചി ഇടയ്ക്ക് വന്ന് രേവതിയെ കണ്ടിട്ട് പോവുകയും ചെയ്തല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി അവിടുന്ന് എങ്ങനെയെങ്കിലും ഈ ഒരു കേസ് സച്ചിയുടെ നേരെ തിരിക്കണമല്ലോ, അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, അല്ലച്ചമ്മേ സച്ചി എപ്പോഴാ വന്നേ എന്ന് ചോദിക്കുമ്പം സച്ചി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറായപ്പോൾ വന്നു, നിങ്ങളെല്ലാം പോയതിനു ശേഷം അവൻ വന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കുളിച്ചിട്ട് അപ്പൊ തന്നെ പോവുകയും ചെയ്തല്ലോ എന്ന് പറയുമ്പം ശ്രുതി പറയുന്നുണ്ട്, അല്ല പോകുമ്പം സച്ചിയുടെ കയ്യില് എന്തെങ്കിലും കവറോ മറ്റോ ഉണ്ടായിരുന്നോ? രേവതി ചോദിക്കാണ്, അല്ല ശ്രുതി നീ പറഞ്ഞു വരുന്ന എന്താ, സച്ചിയുടെ പൈസ എടുത്തുന്നാണോ നീ പറഞ്ഞു വരുന്നേ? അയ്യോ അങ്ങനല്ല രേവതി, ഇപ്പം സച്ചിക്ക് ഒരുപാട് ആവശ്യങ്ങളല്ലേ, നീയാണെങ്കിലോ ഇപ്പം വീൽ ചെയറിലായി, അതുപോലെ സച്ചിക്കാണെങ്കിലോ ഓട്ടവും കുറവ്, അതുകൊണ്ട് ഇനി എടുത്തൊന്ന് പറയാൻ പറ്റില്ലല്ലോ, പിന്നെ നിങ്ങൾ റൂം പണിയാനൊക്കെ പ്ലാൻ ചെയ്തിരിക്കുകയല്ലേ എന്ന് പറയുമ്പം രേവതി പറയുന്നുണ്ട്, ദേ ശ്രുതി അനാവശ്യം പറയരുത്, എന്റെ സച്ചിയേട്ടൻ അങ്ങനെ ആരാൻ പണമൊന്നും മോഷ്ടിക്കാറില്ല എന്ന് പറയാണ്. വർഷ പറയുന്നുണ്ട്, ശ്രുതി ചേച്ചി ഞാനും അങ്ങനെ വിശ്വസിക്കുന്നില്ല, സച്ചിയേട്ടനെ അധ്വാനിച്ച് കാശുണ്ടാക്കുന്ന ആളാ, അതുകൊണ്ട് തന്നെ സച്ചിയേട്ടൻ അങ്ങനെ എടുക്കുമെന്നേ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അച്ഛമ്മ പറയാണ്, കാര്യം എന്താണെന്നറിയാതെ ആരും അങ്ങോട്ടേക്ക് പഴി ചാരാനോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാനോ നിൽക്കണ്ട, ഇതെന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് ആലോചിക്കാം. വർഷമോളെ കാണാതെ പോയിരിക്കുന്നത് 7 ലക്ഷം രൂപയാ, അതുകൊണ്ട് നിങ്ങൾ പോയി പോലീസിൽ കംപ്ലൈന്റ് ചെയ്യ് എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ചോദിക്കുകയാണ്, അയ്യോ അതെന്തിനാ അച്ഛമ്മേ പോലീസിൽ പോയി കംപ്ലൈന്റ് ചെയ്യുന്നത്? പിന്നെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യണ്ടേ, എങ്കിലല്ലേ കട്ടുകാരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അച്ഛമ്മേ നമ്മുടെ തറവാട്ടിലൊക്കെ പൈസ പോയി എന്നൊക്കെ പറഞ്ഞ് പോലീസിനെ വിളിച്ചാല് അത് നാണക്കേടല്ലേ, നമ്മുടെ തറവാട്ടല്ലേ നാണക്കേട് എന്ന് ചോദിക്കുമ്പം വർഷ പറയാണ്, സാറില്ലേ ശ്രുതി ചേച്ചി, നാണക്കേടായാലും സാറില്ല, 1 2 അല്ല 6 ലക്ഷം രൂപയാണ് കാണാതെ പോയത്, ഇതിങ്ങനെ വിട്ടുവെച്ചാലേ വീണ്ടും വീണ്ടും ഈ കള്ളത്തിലൂടെ ആവർത്തിക്കും, അതുകൊണ്ട് തന്നെ പോലീസിനെ വിളിക്കുന്ന നല്ലത് അച്ഛമ്മേ എന്ന് പറയാണ്. അച്ഛമ്മ പറയുന്നുണ്ട്, അതെ അതെ പോലീസിനെ വിളിക്ക്, അതാ നല്ലത് എന്ന് പറയുമ്പോഴേക്കും സച്ചി അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. സച്ചി വരുമ്പോഴേക്കും ശ്രുതി ചോദിക്കാണ്, അല്ല സച്ചി നീ എവിടെ പോയിരുന്നു? ഞാന് ഓട്ടോ ഉണ്ടായിരുന്നു അതിന് പോയതാ. അല്ല നീ എന്തിനാ ഉച്ചയ്ക്ക് ഇങ്ങോട്ടേക്ക് വന്നത്? ഉച്ചയ്ക്ക് ഞാൻ വന്നത് രേവതിയെ കാണാൻ, പിന്നെ ഓട്ടോ ഒന്നും ഇല്ലായിരുന്നു, ഉച്ചയായപ്പോഴാ ഒരാൾ വിളിച്ചേ, അപ്പോഴാ പോയത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അല്ല വീട് പണിയാനുള്ള പൈസ റെഡിയായോ എന്ന് ചോദിക്കുമ്പം സച്ചി ചോദിക്കാണ്,
അല്ല പാർലറെടുത്തേക്ക് എന്താ ഒന്നും അറിയാത്തോലെ സംസാരിക്കുന്നേ? നേരത്തെ ഞങ്ങൾ രണ്ടുപേരെ വരുമാനം ഉണ്ടായിരുന്നു. ദൈപ്പ രേവതി കാലം ഇരിപ്പായില്ലേ. എൻ്റെ ഒരാളുടെ വരുമാനമേ ഉള്ളൂ ഞങ്ങൾക്ക്. അത് മാത്രമല്ല 7 ലക്ഷം രൂപയൊക്കെ ഞാൻ കൂട്ടിയാൽ കൂടുകയില്ല. കുറച്ച് സമയം ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ പതിയെ പതിയെ സമ്പാദിച്ച് കുറച്ച് കൂട്ടി വെക്കുന്നുണ്ട് എന്നൊക്കെ പറയാണ്. അല്ല, എന്താ എല്ലാരും ഇങ്ങനെ നേർന്നു നിൽക്കുന്നേ? ഈ പാർലറിൽ എന്തിനാ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നേ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, സച്ചിയേട്ടാ, അത് പിന്നെ ഞങ്ങളുടെ കബോർഡിലിരുന്ന 6 ലക്ഷം രൂപ പൈസ കാണുന്നില്ല. രാവിലെ കൂടി ഞങ്ങൾ കണ്ടതാ. ഞങ്ങളെ പൈസ എടുത്ത് വെച്ചിട്ടും പോയതാ. പക്ഷെ ഇപ്പൊ തിരിച്ചു നോക്കിയപ്പം പൈസ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, ഓഹോ, അപ്പം ആ കള്ളം എന്റെ തലയിലാക്കാനാണോ പാർലറിലെടുത്ത് ഇത്രയ്ക്ക് കഷ്ടപ്പെടുന്നേ? അല്ല വർഷേ, അല്ല ശ്രീകാന്ത്, നിങ്ങക്ക് തോന്നുന്നുണ്ടോ ഞാൻ ആ പൈസ അടിച്ചു മാറ്റിയെന്ന്? അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ഇല്ല സച്ചേട്ടാ, ഒരിക്കലും ഇല്ല. സച്ചേട്ടൻ അധ്വാനിച്ച് ജീവിക്കുന്ന ആളാണെന്നേ ഞങ്ങൾക്കറിയാം. സച്ചേട്ടൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ലെന്ന് ഞാൻ കൂടി ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുമ്പം സച്ചി പറയുന്നുണ്ട്, നീയെങ്കിലും അങ്ങനെ പറഞ്ഞില്ല വർഷേ, എന്നെ മനസ്സിലാക്കിയല്ലോ, അതിനൊത്തിരി നന്ദിയുണ്ട് എന്ന് പറയാണ്. രവി പറയുന്നുണ്ട്, സച്ചി നീ കൂടി ചെല്ലേ ശ്രീകാന്തിന്റെ കൂടെ, രണ്ടുപേരും കൂടെ പോയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ട് വാ പോലീസ് സ്റ്റേഷനില്. കാരണം ഇത് കണ്ടുപിടിക്കണ്ടേ. 6 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞ ചില്ലറ കളിയാണോ? ഈ രണ്ടുപേരും കൂടി അവരുടെ സമ്പാദ്യവും എല്ലാം കൂടെ കൂട്ടി അവര് വണ്ടി എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന പൈസയാത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. സച്ചി പറയുന്നുണ്ട്, ശ്രീകാന്ത് എന്നാ വാ നമുക്ക് പോയി പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം. ശ്രുതി പറയുന്നുണ്ട്, അയ്യോ വേണ്ട, എന്തിനാ അങ്ങനെയൊക്കെ പോയി കംപ്ലൈന്റ് ചെയ്യണേ? അതെന്താ പാർലറെടുത്തി കംപ്ലൈന്റ് ചെയ്യണ്ടേ? കംപ്ലൈന്റ് ചെയ്യാതെ കട്ട് ആരാന്ന് എങ്ങനെ അറിയും? ശ്രുതി പറയുന്നുണ്ട്, അതല്ല, നമ്മുടെയൊക്കെ വീട്ടിൽ പോലീസുകാരൊക്കെ കയറുന്ന കണ്ടാലേ നാട്ടുകാരെന്ത് പറയും? നമ്മുടെ ഇവിടെ ഒന്നാമത് സച്ചി ജയിലിലേക്ക് പോയിട്ട് നാളാ. എല്ലാരും ഓർക്കില്ലേ സച്ചി വേറൊരു ക്രിമിനൽ കേസ് കാണിച്ച് അവനെ പിടിക്കാനൊക്കെ വന്നാണെന്ന്? ആകെ മൊത്തം തറവട്ട നാണക്കേടാവും. രേവതി പറയുന്നുണ്ട്, ദേ ശ്രുതി, നിന്റെ മനസ്സിലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ കൈ വെച്ചാൽ മതി. അതല്ല ആവശ്യമില്ലാതെ എന്റെ ഭർത്താവിനെ എപ്പോഴും ചൂണ്ടിക്കാണിച്ച് നീ ഓരോ തെറ്റിന്ന് രക്ഷപ്പെടാൻ നോക്കണ്ട. ഞാൻ രക്ഷപ്പെടാൻ നോക്കിനോ? ഞാനിത് തെറ്റ് ചെയ്തു എന്ന് ചോദിക്കുമ്പം രേവതി പറയുന്നുണ്ട്, ഇത്രയും നേരം ഞാൻ പറയാതിരിക്കായിരുന്നു. ഉച്ചയ്ക്ക് ഇവിടെ ശ്രുതി വന്നിരുന്നു എന്ന് രേവതി പറയാണ്. അപ്പോഴേക്കും അച്ഛൻ, നമ്മുടെ വർഷയും ശ്രീകാന്തും എല്ലാരും ശ്രുതിയെ തന്നെ നോക്കുകയാണ്. അച്ഛമ്മ പറയുന്നുണ്ട്, അതെ, എനിക്ക് സംശയം തോന്നിയതാ. ഞാൻ കടന്ന് ഉറക്കായിരുന്നു. ഈ സമയത്ത് ആരോ കഥ തുറക്കുന്നതിൽ തോന്നി. ഞാൻ പോയി കഥ തുറന്നു നോക്കിയപ്പോ ശ്രുതിയെ ആ ഗേറ്റ് കിടന്ന് പോകുന്നത് ഞാൻ കണ്ടതാ. ഞാൻ കരുതിയത് എന്റെ തോന്നലായിരിക്കുന്ന. ഞാൻ തിരികെ കഥ അടച്ചിട്ട് വീണ്ടും വന്ന് കിടക്കാ ചെയ്തത്. രേവതി പറയുന്നുണ്ട്, ബാത്റൂമിൽ പോകാൻ തോന്നിയിട്ട് ഞാൻ പതിയെ എഴുന്നേക്കാൻ തുടങ്ങിയപ്പോ ശ്രുതി ഇവിടുന്ന് ഉച്ചയ്ക്ക് ഇറങ്ങി പോണത് ഞാൻ കണ്ടതാ. പക്ഷെ കുറെ നേരമായിട്ടും എനിക്ക് ഇറങ്ങാൻ പറ്റാഞ്ഞോണ്ട് ഞാൻ പിന്നെ ഫോൺ എടുത്ത് അച്ഛമ്മയെ വിളിക്കായിരുന്നു. അങ്ങനെ അച്ഛമ്മ എഴുന്നേറ്റ് വന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാനപ്പോ കണ്ടതാ ശ്രുതി ഇവിടുന്ന് ഇറങ്ങി പോകുന്നത്. ശ്രുതി എന്തിനെനിക്ക് ഈ സമയത്ത് വന്നേന്ന് ഞാനപ്പോ ആലോചിക്കുകയും ചെയ്തു. പിന്നെ ഇങ്ങനൊരു പ്രശ്നം നടക്കുമ്പോ ഞാനത് പറഞ്ഞാൽ എല്ലാവരും ശ്രുതിയെ സംശയിക്കും. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും നേരം ഞാൻ പറയാതിരുന്നത്. പക്ഷെ എന്റെ ഭർത്താവിനെ മനഃപൂർവ്വം കരുവാരത്തേക്കാൻ ശ്രമിക്കുമ്പോ ഞാനത് പറഞ്ഞല്ലേ പറ്റൂ ശ്രുതി എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുട്ടോ. പ്രശ്നമെല്ലാം അറിഞ്ഞിട്ട് ശ്രുതിയും ചോദിക്കാണ്, അല്ല ശ്രുതി, നീ എന്തിനാ എങ്ങോട്ടേക്ക് വന്ന ഉച്ചയ്ക്ക് എന്ന് ചോദിക്കാണ്. അത് പിന്നെ ശരിയാ, ഞാൻ വന്നിരുന്നല്ലേ. അത് പിന്നെ ഞാൻ എന്റെ ATM കാർഡ് മറന്നുപോയി, അതെടുക്കാൻ വേണ്ടി വന്നതാ. വന്നിട്ട് അപ്പൊ തന്നെ ഞാൻ പോവുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. സച്ചി പറയാണ്, അല്ല, ഇത്രയും നേരം ഇവിടെ പറഞ്ഞിട്ട് നീ എന്താ സമ്മതിക്കാതിരുന്നത്? ഇപ്പോഴല്ലേ നീ സത്യം പറഞ്ഞത്? അതെ, ഞാൻ ഉച്ചയ്ക്ക് എന്റെ ATM കാർഡ് എടുക്കാൻ മറന്നുപോയതാ. കുറച്ച് ക്യാഷ് വേണമായിരുന്നു പാർലറിലേക്ക്. അതെടുക്കാൻ വേണ്ടി ATM കാർഡ് എടുക്കാൻ വേണ്ടി ഞാനിവിടെ വന്നിട്ട് തിരിച്ചു പോയതാണ് എന്ന് പറയുന്നത് കേട്ടോ. രേവതി അപ്പോ നല്ല ഉറക്കായിരുന്നു. അതുകൊണ്ട് വന്ന അലമാരിയിൽ നിന്ന് ഞാൻ എടുത്തോണ്ടങ്ങ് പോവുകയും ചെയ്തു. ഞാനത് പറയാനേ മറന്നുപോയി എന്ന് പറയാണ്. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ഇത്രയും നേരം സുധി ചേച്ചി സച്ചിനെ എന്തൊക്കെ പറഞ്ഞു? ഉച്ചയ്ക്ക് വന്നു, കുളിച്ചു, പോയി എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പൊ എപ്പോഴെങ്കിലും സുധി ചേച്ചി പറഞ്ഞോ ചേച്ചിയുടെ വന്നിരുന്നു എന്ന്? എന്താ വർഷം നീ പറഞ്ഞു വരുന്നേ? അതിനർത്ഥം ഞാൻ കള്ളിയാണെന്നാണോ നീ പറയുന്നത്? ശ്രുതി വർഷ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ചേച്ചി വന്ന കാര്യം എന്തിനാ മറച്ചു വെച്ചെന്ന് ചോദിച്ചുള്ളൂ. മറച്ചു വെച്ചതല്ല, ഞാൻ മറന്നുപോയതാ. വന്നിട്ട് അപ്പോൾ തന്നെ തിരികെ ഞാൻ പോവുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് കേട്ടോ. സച്ചി പറയുന്നുണ്ട്, എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ അച്ഛാ. അല്ല, പാർലറെടുത്ത് ഇത്ര കാര്യമായിട്ട് പോലീസിനെ വിളിക്കണമെന്ന് പറയുമ്പോൾ എനിക്കെന്തോ ഒരു സംശയം പോലെ. ഓ, ഞാനങ്ങനെ പറഞ്ഞതാണോ ഇപ്പം എന്നെ സംശയിക്കുന്നത്?
ശരി, പോലീസിനെ വിളിച്ചോ, പോലീസ് അന്വേഷിക്കട്ടെ, അങ്ങനെ കണ്ടെത്തട്ടെ എന്ന് ചോദിക്കാണ്. അച്ഛമ്മ പറയുന്നുണ്ട്, ശ്രുതി നിന്റെ ബാഗ് ഇങ്ങോട്ട് കാണിച്ചേ എന്ന് പറയുമ്പം ശ്രുതി പറയുന്നുണ്ട്, അല്ല എന്റെ ബാഗ് എന്തിനാ നോക്കുന്നേ എന്ന് ചോദിക്കാണ്. അല്ല, ഇവിടെയുള്ള എല്ലാവരുടെയും ബാഗും എല്ലാ മുറിയും ഞാൻ പരിശോധിക്കാൻ പോവാ, ആർക്കെങ്കിലും എതിരപ്പറയുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. രേവതി പറയുന്നുണ്ട്, ഇല്ല അച്ഛമ്മേ, ഞാൻ കിടക്കുന്ന സ്ഥലവും ആ മുറി ഉണ്ടതല്ല, പക്ഷെ എല്ലാവരും സെർച്ച് ചെയ്തോ, എനിക്കൊരു കുഴപ്പമില്ല. സച്ചി പറയുന്നുണ്ട് കേട്ടോ. ശ്രുതി പറയാണ്, അതെ അതെ, ഞങ്ങളിപ്പോ ഹാളിലല്ലേ കിടക്കുന്നത്, എങ്കിലും ഞങ്ങളുടെ അലമാര ഇവിടെ ഉണ്ട്, ഞങ്ങളത് പൂട്ടിയിട്ടിരിക്കുകയാണ്. അതിന് പോയി അച്ഛമ്മ തുറന്നു നോയിക്കോ, ദാ താക്കോല്, എന്റെ ബാഗും നോയിക്കോ എന്ന് പറഞ്ഞ് എല്ലാവരും അവനെന്റെ ബാഗും സാധനം എല്ലാം കൊടുക്കാണ്. ശ്രുതി മാത്രം ആ ബാഗ് ഇങ്ങനെ പിടിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അച്ഛമ്മ പറയുന്നുണ്ട്, ശ്രുതി നീ ആ ബാഗ് ഇങ്ങതാ എന്ന് പറയുമ്പോഴേക്കും, അത് പിന്നെ ഇതിൽ ക്യാഷ് ഉണ്ട്, അതെന്റെ കടയിലെ ക്യാഷാണ് എന്ന് പറയുമ്പോഴേക്കും, അത് എത്ര രൂപ ഉണ്ട് എന്ന് അച്ഛമ്മ ചോദിക്കുമ്പം 1,00,000 രൂപ 2,00,000 രൂപയുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സാരമില്ല, അന്ന് കാണിക്കുന്നോണ്ട് നിനക്ക് വിഷയമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പം ഇല്ല എന്ന് പറയാണ്. അങ്ങനെ ഈ ബാഗ് അച്ഛമ്മ ചെക്ക് ചെയ്യുമ്പോഴേക്കും ശ്രുതിയുടെ ബാഗില് ആ പൈസ ഇരിക്കുന്നുണ്ടോ, 2,00,000 രൂപ. ശ്രുതി പറയാണ്, ഇതെന്റെ കാശാണ്, എന്റെ പാർലറിൽ നിന്ന് ഈ കിട്ടിയ 3-4 മാസത്തെ ലാഭ പൈസയാണ് 2,00,000 രൂപ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വർഷ പറയാണ്, ശ്രീകാന്തെ അവൻ നമ്മുടെ കവറല്ലേ എന്ന് ചോദിക്കാണ്. ശ്രീകാന്ത് പറയാണ്, അതെ അച്ഛമ്മേ, അത് ഞങ്ങളുടെ കവറാണെന്ന് പറയുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, നിങ്ങൾ എന്താ അത് നിങ്ങളുടെ കവറാണെന്ന് പറഞ്ഞത്, അതെന്റെ കാശാ, കാശ് പോയിട്ടിപ്പോ എന്നെ പറഞ്ഞാൽ മതിയോ എന്ന് ചോദിക്കുന്നുണ്ട്. വർഷ പറയുന്നുണ്ട്, ശ്രുതി ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും സത്യം അധികം മൂടി വെക്കാൻ പറ്റില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ, ശ്രുതി ചേച്ചി ഈ കവറൊന്ന് നോക്കിക്കേ എന്നും പറഞ്ഞ് ആ കവർ കാണിക്കാണ്. അതിനിടയിൽ ശ്രുതി ശ്രീകാന്ത് എന്ന് പറഞ്ഞിട്ട് ഇവർ എഴുതി വെച്ചേക്കുന്നത്, ശ്രുതി അല്ല കേട്ടോ, വർഷ ശ്രീകാന്ത് എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം ഇന്നലെ രാത്രിയിൽ ആ കവർ എടുത്ത് വെച്ച് ശ്രീകാന്തും വർഷകനും കൂടിയിട്ട് അതിലിങ്ങനെ ലവ് ചിഹ്നമൊക്കെ വരച്ചിട്ട് 2 പേരൊക്കെ എഴുതി കളിക്കാണ്. എന്നിട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട്, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, കവറിൽ എഴുതിയാല് അത് മാഞ്ഞു പോവില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ഇല്ല മാഞ്ഞു പോവില്ലെന്നും പറഞ്ഞിട്ട് അതില് 3-4 സ്ഥലത്ത് വർഷ ശ്രീകാന്ത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അച്ഛമ്മയുടെ ഇവര് ഈ സംഭവങ്ങൾ പറയുന്നുണ്ട്. അച്ഛമ്മ വേണമെങ്കിൽ അച്ഛമ്മ തിരിച്ചു നോക്കിക്കോ, അതിന്റെ പുറകില് 2 സ്ഥലത്തായിട്ട് ഞങ്ങളുടെ പേരുണ്ട് എന്ന് പറയാണ്. ഈ കവറിലാണ് ഞങ്ങൾ 6,00,000 രൂപയും ഇട്ട് അലമാരിക്കകത്ത് വെച്ചെന്നും പറയുന്നുണ്ട്. അച്ഛമ്മയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ അച്ഛമ്മ ആ പൈസ എടുത്ത് ബാങ്കിൽ കൊണ്ടുപോയി നോക്കുകയാണെങ്കിൽ ഞാൻ വിഡ്രോ ചെയ്തതിന്റെ സീരിയൽ നമ്പേഴ്സ് ഇതിൽ കാണാൻ സാധിക്കും. അത് മാത്രമല്ല, ആ 1,00,000 ഇടയിലായിട്ട് അതിന് റെസിപ്റ്റ് ഇരിപ്പുണ്ടായിരിക്കും. ആ പൈസയില് കുറച്ച് പൈസയിലൊക്കെ അങ്ങനുണ്ട്, ബാക്കി പൈസ ഞങ്ങളുടെ ശേഖര പൈസ ചില്ലറ പൈസയൊക്കെയാണ്. പക്ഷേ 500ന്റെ ഒരു കെട്ടായിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഒരു റെസിപ്റ്റ് പോലെ കാണുമെന്ന് പറയാണ്. അങ്ങനെ പറയുമ്പോഴേക്കും അച്ഛമ്മ അത് എടുത്തു നോക്കാം കേട്ടോ. ശ്രുതി വർഷ പറഞ്ഞ പോലെ തന്നെ അതിൽ ആ ഒരു റെസിപ്റ്റ് ഇരിപ്പുണ്ട്. കവറിന്റെ പിന്നിലായിട്ട് ശ്രീകാന്ത് വർഷ എന്ന് പറഞ്ഞ് ലവ് ഫ്ലെയിംസ് ഒക്കെ ഇട്ടുകൊണ്ട് അവർ എഴുതിയതും കാണുന്നുണ്ട്. എല്ലാവരും ശരിക്കും ഒന്ന് ഷോക്കായി നിൽക്കാണ്. കാരണം ശ്രുതി മലേഷ്യയിലെ ഭയങ്കര കോടീശ്വരന്റെ മകളല്ലേ, അപ്പൊ അവക്ക് ക്യാഷ് എടുക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അത് മാത്രല്ല, സ്വന്തം വീട്ടിൽ നിന്ന് ഇത്രയും വലിയ മോഷണമൊക്കെ നടത്തിയിരിക്കുകയല്ലേ. എല്ലാവരും ആകെപ്പാടെ ആശയക്കുഴപ്പത്തിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്താ ശ്രുതി എന്താ കാണുന്നതെന്ന് ശ്രുതി ചോദിക്കാണ്. ശ്രുതി ഓർക്കുമ്പം ഈയിടയില് രേവതിയുടെ സ്വർണം എടുത്ത് പണയം വെച്ച് ആകെപ്പാടെ അവനും നാറിയിരിക്കുകയാണല്ലോ. അതിനു കൂടെയാണ് അവന്റെ ഭാര്യയും കൂടി ഇങ്ങനത്തെ കള്ളത്തരം കാണിക്കുന്നത്. ശ്രുതി പറയുന്നുണ്ട്, അല്ല ഇത് എന്റെ കവറാന്ന് വീണ്ടും വീണ്ടും വാദിക്കുമ്പം അച്ഛമ്മ പറയുന്നുണ്ട്, മിണ്ടി പോവരുത്, എല്ലാവരുടെ മുമ്പിൽ തെളിവ് സഹിതം പിടിച്ചിട്ടും അവൾ ന്യായീകരിക്കുന്നത് കേട്ടില്ലേ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എല്ലാവരും എന്നോട് ക്ഷമിക്കണം, അത് പിന്നെ ഒരു അത്യാവശ്യം വേണ്ടി ഞാനൊന്ന് മറച്ചതാണ് എന്ന് പറയാണ്. വർഷ ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇത് മോഷണല്ലേ ചേച്ചി, ഇങ്ങനെയൊക്കെ ചെയ്യാവോ? എന്റെ കബോളിലിരുന്ന പൈസയല്ലേ, ചേച്ചിക്ക് നാണമില്ലേ അത് എടുത്തോണ്ട് പോയിട്ട് ഇങ്ങനെ കള്ളം പറഞ്ഞ് രക്ഷപ്പെടാനായിട്ട്? എന്നിട്ട് ചേച്ചിയുടെ പൈസയാണെന്ന് പോലും അല്ലേ, നാണമില്ലല്ലോ എന്ന് വർഷ പറയുന്നുണ്ട് കേട്ടോ. ശ്രുതി ആകെപ്പാടെ അപമാനിതയായിട്ട് ഇങ്ങനെ നിൽക്കായിരിക്കും. അച്ഛമ്മ പറയുന്നുണ്ട്, എന്താ ശ്രുതി കേൾക്കുന്നതൊക്കെ, നീയല്ലേ പറഞ്ഞത് നിന്റെ അച്ഛൻ ഭയങ്കര കോടീശ്വരനാണെന്ന്? പാർലർ തുടങ്ങാൻ പോലും ലക്ഷങ്ങളല്ലേ നീ അദ്ദേഹം തന്നത്,
പിന്നെ നീ എന്തിനാ വെറും ഈ 6 ലക്ഷം രൂപയൊക്കെ കക്കാൻ പോയത്? നാണം കെട്ടില്ലേ അതുകൊണ്ട് എന്ന് ചോദിക്കുമ്പം ശ്രുതി പറയുന്നുണ്ട്, അച്ഛമ്മേ ഞാനിപ്പോ കുറച്ച് വല്ലാത്തൊരവസ്ഥയിലാ. എൻ്റെ പാർലർ എന്നെ കൈവിട്ട് പോകുന്ന അവസ്ഥയിൽ നിൽക്കാണ്. ഞാൻ പൈസയ്ക്ക് വേണ്ടി ആകെപ്പാടെ ഓടി നടക്കായിരുന്നു. ആ സമയത്തൊന്ന് കിടക്കാൻ വേണ്ടിയിട്ടാ ഇങ്ങോട്ടേക്ക് വന്നത്. വർഷയുടെ അലമാരി ചുമ്മാ ഒന്ന് തുറന്നതാ. അപ്പോഴാണ് അതിൽ ക്യാഷ് ഇരിക്കുന്നത് കണ്ടത്. കൊണ്ടുപോയി കൊടുത്തിട്ട് വർഷയോട് ഒരു സാവകാശം പറയാന്നൊക്കെയാണ് ഞാൻ ഓർത്തത്. പക്ഷെ ഞാൻ ഇവിടെ ഇങ്ങോട്ടേക്ക് വന്ന് വർഷയോട് രഹസ്യമായിട്ട് പറയാമെന്നാ കരുതിയിരുന്നേ. ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഇത്രയ്ക്ക് വലിയ സീനാവുന്ന വിഷയമാണെന്നും ഞാൻ സത്യമായിട്ട് അറിഞ്ഞില്ല. അറിഞ്ഞെന്നെങ്കിൽ ഞാൻ നേരത്തെ വർഷയെ വിളിച്ച കാര്യം പറയായിരുന്നു. വർഷയോട് പോലും പറയാതെ ഞാൻ ഈ പണം കൊണ്ടുപോയിട്ട് അത്യാവശ്യമായിട്ട് ഒരു കേസ് തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അടുത്ത മാസം തന്നെ വർഷയ്ക്ക് ഈ പണം കൊടുത്തോളാമെന്നും ശ്രുതി പറയുമ്പം വർഷ പറയാണ്, ചേച്ചി എന്തൊക്കെ ന്യായീകരിച്ചാലും ആ പണം എന്നോട് പറയാതെ കൊണ്ടുപോയത് തെറ്റ് തന്നെയാ ചേച്ചി എന്ന് പറയുമ്പം അതെനിക്കറിയാം. ഞാനിത് കടമായിട്ട് മേടിച്ചാണെന്ന് വർഷ കരുതിയാൽ മതി. ഞാൻ വർഷയോട് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇവിടെ വന്ന് രഹസ്യമായിട്ട് വർഷ അറിയിക്കാമെന്ന് കരുതിയാണ് ഞാൻ നേരത്തെ വന്നത്. പക്ഷെ അതിനു മുമ്പേ തന്നെ നിങ്ങളിവിടെ വന്ന് ഇങ്ങനെ സീനാക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ട് എല്ലാവരും മുമ്പ് വെച്ച് ഞാൻ പറയാനും മടിച്ചത് എന്ന് പറയുന്നുണ്ട്. ഇതിപ്പോൾ 2 ലക്ഷം രൂപയുണ്ട്, ബാക്കി 4 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ തന്നോളാമെന്നും പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് കയറി പോവാണ്. സച്ചി പറയുന്നുണ്ട്, ഞാൻ പണ്ടേ പറഞ്ഞില്ലേ ഈ പൗഡർ എടുത്തി വെറും ഫ്രോഡാന്ന്. ശ്രുതി പറയാണ്, ക്യാഷ് തിരികെ കൊടുക്കാന്ന് അവൾ പറഞ്ഞല്ലോ. അവൾ എന്തോ അത്യാവശ്യം വേണ്ടി മറിക്കാൻ വേണ്ടിയല്ലേ എടുത്തത്. അതും എടുത്തതല്ല, വർഷയുടെ വൈകിട്ട് പറയാനും കരുതി അവൾ ഇരിക്കല്ലായിരുന്നോ? എന്നിട്ടിപ്പോ എല്ലാരും കൂടി അവളെ കള്ളിയാക്കിയല്ലേ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ശ്രുതി മുകളിലേക്ക് കയറി പോവാണ്. രേവതി പറയുന്നുണ്ട്, പാവം അവള് എന്തോ അത്യാവശ്യം കൊണ്ട് ചെയ്തതാ. നമ്മളെല്ലാരും കൂടി ഇങ്ങനെ പറഞ്ഞ് അവളുടെ മനസ്സ് വല്ലാണ്ട് വേദനിച്ചെന്ന് തോന്നുന്നു. നാണം കിട്ട് പോയില്ലേറെ മുമ്പില് എന്ന് പറയുമ്പം അച്ഛമ്മ പറയാണ്, എന്റെ പൊന്നു രേവതി, അവള് നടത്തിയതേ മോഷണം തന്നെയാ. എന്നിട്ട് അതിന് രക്ഷപ്പെടാൻ വേണ്ടി ഓരോ കള്ളക്കഥയും കൂടി. അത് നിങ്ങൾ വിശ്വസിക്കാതിരിക്കും, പക്ഷെ ഞാൻ വിശ്വസിക്കില്ല എന്ന് അച്ഛമ്മ പറയുന്നുണ്ട്. രേവതി പറയാണ്, അല്ലച്ചമ്മേ, അവള് ശ്രുതിയോട് വർഷയോട് പറയാനിരിക്കല്ലായിരുന്നോ? ആ സമയത്തല്ലേ നമ്മൾ പിടിച്ചത്. അതുകൊണ്ട് ആകെപ്പാടെ അവൾ വല്ലാത്തൊരു വിഷമത്തിലായിട്ടുണ്ട് എന്ന് പറയുമ്പം അച്ഛമ്മ പറയാണ്, വർഷമോളെ ഇനി അതിനെക്കുറിച്ച് ഒന്നും പറയണ്ട. അവള് ആകെപ്പാടെ വല്ലാണ്ടായിട്ടാ പോയിരിക്കുന്നേ. അതുകൊണ്ട് ഒന്ന് പോയി ആശ്വസിപ്പിച്ചേരെ. സാരില്ലെന്ന് ഒന്ന് പറഞ്ഞേക്ക്. അടുത്ത മാസം പൈസ തരാന്നല്ലേ പറഞ്ഞേക്കുന്നേ എന്ന് ചോദിക്കാണ്. സച്ചി അപ്പോഴേക്കും പുറത്തു പോയിട്ട് ആലോചിക്കുന്നുണ്ട് കേട്ടോ, ഈ പാർലറെടുത്ത് ശരിക്കും കോടീശ്വരന്റെ മോളം തന്നെയാണോ? അങ്ങനെ ഒരാള് ഈ അവക്കുണ്ടോ? ശരിക്കും അങ്ങനെ അച്ഛനും ഇളയച്ചനൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഈ ക്യാഷ് അടിച്ചു മാറേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയൊക്കെ സച്ചി എല്ലാ പ്രാവശ്യം പോലെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആകെപ്പാടെ നാണം കെട്ട് ചമ്മി നമ്മുടെ ശ്രുതി മുറിയിൽ പോയിരുന്ന് കരയുന്നുണ്ട്. ശ്രുതി ആണെങ്കിലും ആശ്വസിപ്പിക്കുകയാണ്. അച്ഛമ്മ പറഞ്ഞ പ്രകാരം വർഷ പോയിട്ട് ശ്രുതിയൊരു കുഴപ്പമില്ല, സാരമില്ല, എന്നോട് പറയാനിരിക്കല്ലായിരുന്നോ, ഞാൻ അതിന് മുമ്പേ കയറി ടേക്ക് ഓവർ ചെയ്തത്. അതുകൊണ്ട് ചേച്ചി വിഷമിക്കണ്ട, എനിക്ക് പ്രയാസമൊന്നുമില്ല, അടുത്ത മാസം ക്യാഷ് തന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വല്ലാത്തൊരു ഊരാക്കുടുക്കിൽ പോയി കുടുങ്ങിയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതി.